ഞാൻ പാടുന്നു, ആളുകൾക്ക് ഇഷ്ടമാവുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടുണ്ടാക്കാൻ തുടങ്ങി. പാട്ടുണ്ടാക്കുമ്പോഴും ആളുകൾ പറഞ്ഞാൽ നല്ല ട്യൂണാണെന്ന് പറയും. ഇങ്ങനെ ഈ ജേണി ഇങ്ങനെ പോവുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറയാം, ആപ്പാട് 75 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ 35ഓളം സിനിമ പെട്ടിയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ 35 സിനിമകളിലെ പാട്ടുകൾ നിങ്ങൾ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തരംഗിണി സ്റ്റുഡിയോക്കാർ ആ പാട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 35 സിനിമകളുടെ പാട്ടുകളിൽ ഏതാനും ചില പാട്ടുകൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുള്ളൂ. അതിന് ആരും തെറ്റല്ല. ഈ സിനിമാ ഫീൽഡിൽ നിന്ന് പറയുന്നത് കുറേ നല്ല ആളുകൾ കൂടി ലോകം നന്നാക്കാൻ വരുന്ന ഗ്രൂപ്പാണെന്നാണ്. അങ്ങനെയല്ല. സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ഒരൊറ്റ വിദ്യയാണ്. സാറിനപ്പോൾ ഈ ഒരു കരിയർ നോക്കുമ്പോൾ അങ്ങനെ ഒരു പരാതികളോ വിഷമങ്ങളോ ഒന്നുമില്ല. കാരണം പരാതിപ്പെടാൻ എന്താ കാരണം? ആരും എന്നെ മനഃപൂർവ്വം ഇടിച്ച് താഴ്ത്താനൊന്നും ശ്രമിച്ചിട്ടില്ല. കിട്ടിയത് കിട്ടി, പോയത് പോയി. എനിക്ക് സംഗീതമായിട്ട് ഒരു സിനിമയിൽ കട്ട് ഓഫ് ആയതുകൊണ്ട് എൻ്റെ സംഗീതം കട്ട് ഓഫായി പോയി എന്ന് ഒരു ചിന്ത വേണ്ട. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. സാറിൻ്റെ ഒരു വലിയ ആരാധകനാണ് എന്ന് പറയാം. വളരെ എളിമയോടെ തന്നെയാണ് ഞാനത് സംസാരിക്കുന്നത്. അതായത് 80കൾ മുതൽ മലയാള സിനിമയിൽ ഇപ്പോൾ ആയിരം കണ്ണുമായി എന്നൊരു ഗാനം അറിയാത്ത മലയാളികളില്ല. അതുപോലെ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും, അത് ഒന്നാണെങ്കിൽ ഒന്ന്, രണ്ടാണെങ്കിൽ രണ്ട്, സാറിൻ്റേതായിട്ടുണ്ട്. പിന്നീട് ആക്ഷൻ ഹീറോ ബിജുവിലൂടെ സാറൊരു തിരിച്ചുവരവ് എന്ന് പറയാനേ സാധിക്കില്ല. കാരണം സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? സാറിനെ തിരിച്ചറിയാൻ ചിലർ വൈകിയതുകൊണ്ടായിരിക്കും. പൂക്കൾ പനിനീർ പൂക്കൾ എന്നൊരു ഗാനം വന്നു. ഇപ്പോൾ ഇതാ ഒരു പുതിയ സിനിമയുമായി വീണ്ടും സാറ് വരികയാണ്. ഈ ഒരു മ്യൂസിക്കൽ ജേർണിയെ സാർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? മ്യൂസിക്കൽ ജേർണി എന്ന് പറഞ്ഞാൽ ഐ എം എ മ്യൂസിഷ്യൻ. ഞാൻ ചെറുപ്പം മുതൽ പാട്ട് പാടാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ ഞാൻ പാടുന്നു, ആളുകൾക്ക് ഇഷ്ടമാവുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടുണ്ടാക്കാൻ തുടങ്ങി. പാട്ടുണ്ടാക്കുമ്പോഴും ആളുകൾ പറഞ്ഞാൽ നല്ല ട്യൂണാണെന്ന് പറയും. ഇങ്ങനെ ഈ ജേണി ഇങ്ങനെ പോവുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഐ മെയ്ഡ് എ ബിഗ് ചേഞ്ച് ഇൻ ദ സെൻസ്, ഞാൻ അമേരിക്കയിൽ പോയി വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചു, ഓർക്കസ്ട്രേഷൻ എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ചെയ്തതാണ് മഞ്ഞിൽ വരുന്ന പൂക്കൾ. അപ്പം അതിൻ്റേതായൊരു വ്യത്യസ്തത വന്നത് ഈ പഠിത്തത്തിൻ്റെ കാരണം കൊണ്ടാണ്. ഞാൻ ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് വരുമായിരുന്നു. എല്ലാ ഗാനങ്ങളും ഹിറ്റാണ്. മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ സാറിൻ്റെ ആദ്യത്തെ സിനിമയാണത് അല്ലേ? അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വലിയ, അല്ലെങ്കിൽ ഒരു യുവ സിനിമ തന്നെയാണത്. അതായിരുന്നു സാറിൻ്റെ ആദ്യത്തെ രംഗപ്രവേശം. അവിടെ നിന്ന് സാറ് എണ്ണം കൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തതൊക്കെ എണ്ണമറ്റ വർക്കുകളായിരുന്നു. ഞാൻ പറയാം, ആപ്പാട് 75 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ 35ഓളം സിനിമ പെട്ടിയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ 35 സിനിമകളിലെ പാട്ടുകൾ നിങ്ങൾ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തരംഗിണി സ്റ്റുഡിയോക്കാർ ആ പാട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 35 സിനിമകളുടെ പാട്ടുകളിൽ ഏതാനും ചില പാട്ടുകൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുള്ളൂ. അതിന് ആരും തെറ്റല്ല. സാർ, എന്തുകൊണ്ടായിരിക്കും കൂടുതൽ സിനിമകളിലേക്ക് പ്രിഫർ ചെയ്യാതിരുന്നത്? കാരണം ചെയ്ത ഗാനങ്ങളെല്ലാം ഹിറ്റാണ്. ഞാനൊരു ആസ്വാദകൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സാർ? അപ്പം നിങ്ങളുടെ സംസാരം കേട്ട എനിക്ക് തോന്നുന്നത് ഈ സിനിമാ ഫീൽഡിൽ നിന്ന് പറയുന്നത് കുറേ നല്ല ആളുകൾ കൂടി ലോകം നന്നാക്കാൻ വരുന്ന ഗ്രൂപ്പാണെന്നാണ്. അങ്ങനെയല്ല. സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ഒരൊറ്റ വിദ്യയാണ്. ഇടക്കും മുറിക്കും സാഹിത്യത്തിനും സംഗീതത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ വരാറുണ്ട്. പൊതുവെ 5 രൂപ ചിലവാക്കി 10 രൂപ ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്ന ആളുകളുടെ ഒരു സമൂഹമാണ് ഈ സിനിമ ലോകം. അപ്പോൾ അവർക്കൊന്നും ഇൻഡസ്ട്രിയിൽ ആരാ യേശുദാസിനെ വിളിക്കുക, പിന്നെ ആരാ അവിടെയുള്ള ജെറിയമല്ല ആളെയും വിളിക്കുക, ഇത്രയൊക്കെയുള്ള അവരുടെ ചിന്ത. അല്ലാതെ യേശുദാസ് മഹാപാട്ടുകാരനാണ്, അല്ലെ ജെറിയമൽ അമേരിക്കയിൽ പഠിച്ച, അങ്ങനെയൊന്നും അവർക്ക് ചിന്തയില്ല സാർ. അപ്പോൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് അത്രേ പറയാൻ പറ്റും. ഇതിൽ വലിയ അർത്ഥമോ ഇതിൽ വലിയ ചിന്താസരണിയോ ഒന്നുമില്ല. സാറിനപ്പോൾ ഈ ഒരു കരിയർ നോക്കുമ്പോൾ അങ്ങനെ ഒരു പരാതികളോ വിഷമങ്ങളോ ഒന്നുമില്ല. കാരണം പരാതിപ്പെടാൻ എന്താ കാരണം? ആരും എന്നെ മനഃപൂർവ്വം ഇടിച്ച് താഴ്ത്താനൊന്നും ശ്രമിച്ചിട്ടില്ല.
കിട്ടിയത് കിട്ടി, പോയത് പോയി. പക്ഷേ ഈ ആക്ഷൻ ഹീറോ ബിജു അതിലേക്ക് സാറിന് ഒരു അവസരം പുതുമുഖ സംവിധായകൻ താങ്കളെ വിളിച്ച് അവസരം തന്നു. അതെ, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കാൻ തോന്നുന്നത്? അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കേണ്ട, ഞാൻ ഈ കാലഘട്ടത്തിന് ഉതകുന്ന മ്യൂസിക് ഡയറക്ടറല്ല, ഞാനെല്ലാം കൈയും കൊണ്ട് കാലും കൊണ്ട് വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഇലക്ട്രോണിക്സ് ഞാൻ തൊടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഈ ചെവി പൊട്ടാറായി, കീബോർഡും ഇലക്ട്രോണിക് സൗണ്ടും കിട്ടി ചെവി പൊട്ടാറായി, അതുകൊണ്ട് അത് ഇലക്ട്രോണിക്സ് മിനിമൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വീണു. പക്ഷേ പൂക്കൾ ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. അതെ സാർ, ഇന്നത്തെ സംഗീതം സാർ ശ്രദ്ധിക്കാറുണ്ട്? ഇപ്പോൾ റാപ്പ് അടക്കം ഒരുപാട് സംഗീതങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. സാർ ഇന്നത്തെ സംഗീതം ശ്രദ്ധിക്കാറില്ല. കുറച്ച് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. എല്ലാം ഒരേ സൗണ്ട്, എനിക്കങ്ങോട്ട് എന്നെ അട്രാക്ട് ചെയ്യുന്നില്ല. ജെറി സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവില് എന്താണ് സംഗീതം, അല്ലെങ്കിൽ എന്തായിരിക്കണം സംഗീതം എന്ന് പറയുന്നത് ഇന്നും ഒന്നിലും ഉണ്ടായതല്ല. മനുഷ്യ ജന്മം തുടങ്ങി, അതായത് ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഏർപ്പാടാണത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മളിപ്പോഴും നോക്കുന്നത്. ഈ സംഗീതം എന്ന് പറയുന്നത് നമുക്ക് സ്വതസിദ്ധമാണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അറിവ് നേടാനുണ്ട്. അറിവിനോടുകൂടി വല്ലതും ചെയ്താലേ ശരിയാവുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഈ ബൈറ്റ് തന്നെ, ഈ മൈക്കിനെ പിടിക്കുന്നു, ഈ ലൈറ്റിൽ നിർത്തുന്നു, ഇത് ചെയ്യുന്നു, അത് അറിവോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് അതിന് അർത്ഥവും മീനിങ്ങും വരുന്നത്. അതുപോലെ സംഗീതത്തിന് അർത്ഥം വരണമെങ്കിൽ അറിവോടുകൂടി ചെയ്യണം. സിനിമാ സംഗീതവും അത്തരത്തിലാണ്. സിനിമാ സംഗീതം എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം ജാഗ്രത ചെലുത്തേണ്ടതാണ്. ആ പാടി 4 മിനിറ്റ് അല്ലേ ഉള്ളൂ. കച്ചേരിയാണെങ്കിൽ 4 മണിക്കൂറൊക്കെ പാടി നമുക്ക് ഇഫക്റ്റ് ആക്കാം. അപ്പോഴത്തെ ആ പാടി 4 മിനിറ്റിനുള്ളിൽ ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യണം, അവരെ പിടിച്ചിരുത്തണം. അപ്പോൾ അതിന് ഭയങ്കര പ്രിപ്പറേഷൻ വേണം, വളരെ പ്ലാനിങ് വേണം. സാർ, ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കട്ടെ, എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് ജയമൽദേവ് സാർ വരുന്നത്, ഫാസിൽ സാറ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണത്? വെരി സിമ്പിൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. നവോദയ അപ്പച്ചൻ്റെ കാര്യസ്ഥൻ എൻ്റെ ഒരളിയൻ്റെ അമ്മാവനാണ്. ഇപ്പം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഈ കാര്യസ്ഥനോട് എൻ്റെ അളിയൻ പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നമുക്ക് നവോദയക്കാരെ ഒന്ന് അപ്രോച്ച് ചെയ്താലോ? നമുക്ക് ചെയ്യാം. അങ്ങനെ അദ്ദേഹം വഴി, അതായത് കാര്യസ്ഥൻ വഴി നവോദയ അപ്പച്ചനെ ചെന്ന് കാണുന്നു. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മക്കൾ എന്തൊക്കെയോ മണ്ടത്തരം ചെയ്യാൻ പോകുന്നുണ്ട് ഇവിടെ, ഷീലയെ വേണ്ട, പ്രേം നസീറിനെ ഒന്നും വേണ്ട, പുതിയ ആളുകളെയൊക്കെ കൊണ്ട് വല്ലതും ചെയ്യുക, അവന്മാർക്ക് മണ്ടന്മാരാണ്, ഇപ്പോൾ പടം നന്നാകാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ മകൻ ജിജോയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ പടം എടുക്കാൻ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അപ്പോൾ ഈ പിള്ളേരോടുകൂടി വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സർ, ഒരു കൈ നോക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ എന്നെ നവോദയ അപ്പച്ചൻ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഫാസിൽ, ജിജു, മധുമുട്ടം, സിബി മലയിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ചെറുപ്പക്കാരിരിക്കുക. അപ്പോൾ ഫാസിൽ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി, ഒരാൾ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പെൺകുട്ടി പുറകിൽ നിന്ന് വിളിക്കുന്ന പോലെ അയാൾക്ക് തോന്നും. അപ്പോൾ ആ വിളി പോലെ ഒരു ട്യൂൺ വേണം ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, എങ്ങനത്തെ വിളി? എടാ മത്തായി ഇങ്ങോട്ട് ഓടാ, അല്ലെങ്കിൽ ശങ്കര, അങ്ങനത്തെ വിളിയല്ല. അപ്പോൾ ജിജു പറഞ്ഞു, മുക്കുറ്റിപ്പൂവേ, അങ്ങനെ ഒരു വിളി വിളിക്കാമോ? ഞാൻ പറഞ്ഞു, അതിൻ്റെ തുടർന്ന് വെരി ഈസി, മുക്കുറ്റിപ്പൂവേ ഞാൻ വിളിച്ചു. അപ്പോൾ ബിച്ചു തിരുമല അടുത്തിരിക്കുന്നുണ്ട്. ബിച്ചു പറഞ്ഞു, അയ്യോ, മുക്കുറ്റിപ്പൂവേ എന്ന് വിളിക്കല്ലേ, നമുക്ക് കഥയിലേക്ക് വരാം, മഞ്ഞണിക്കൊമ്പിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ടുണ്ടാവും. സാറിൻ്റെ ഏറ്റവും നല്ല ട്യൂണുകളൊക്കെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചൊരു നടനാണ് മോഹൻലാൽ. സാറിൻ്റെ ആദ്യ സിനിമയും മോഹൻലാലിൻ്റെ നമ്മളറിയുന്ന ഒരു ആദ്യ സിനിമയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. എങ്ങനെയാണ് ഈ മോഹൻലാലിനെ നോക്കിക്കാണുന്നത്? മോഹൻലാലിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. മോഹൻലാൽ ആദ്യത്തെ സിനിമയിൽ ഒരു വില്ലനായിരുന്നു, അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് മോഹൻലാലിന് നല്ല നല്ല ക്യാരക്ടർ റോൾസ് കിട്ടി. ഈസ് എ ഗ്രേറ്റ് ആക്ടർ. നൗ നമ്മുടെ കേരളം മുഴുവൻ
അംഗീകരിക്കുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് ഈസ് എ ഗുഡ് മാൻ, അത്രയും ഞാൻ പറയും. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് ഫാസിൽ സാറ് മോഹൻലാലിനെ കാസ്റ്റ് ചെയ്ത ഒരു കഥയുണ്ട്. അതെനിക്ക് കാസ്റ്റ് ആയിട്ട് ഒരു പയ്യൻ കയറി വരുന്നു, തോളൊക്കെ ചെരിഞ്ഞൊരു പയ്യൻ, ഒരു നാണം കുടുങ്ങിയായിട്ട്, ഒരു സ്ത്രൈണതയുള്ള ഒരു, അപ്പൊ അങ്ങനത്തെ ഒരു വില്ലനായിരുന്നു അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ജസ്റ്റ് നോക്കി, അതിനുശേഷം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലേഡീസ് കോട്ട ഇരിക്കുന്നു. ലേഡീസ് കോട്ട അത് പിടിച്ചാണ് പുള്ളി വന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ ലേഡീസ് കോട ഇല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ലേഡീസ് കോട ഉള്ളതുകൊണ്ട് മാത്രമാണ് കാസ്റ്റ് ചെയ്തത് എന്നൊരു ഇത് ഫാസിൽ സാർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അങ്ങനെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. സർ, ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. സിനിമയല്ലാതെ എങ്ങനെയാണ് ജെറി അമൽദേവ്, ഒരു പ്രാവശ്യം കൂടി, അതായത് സിനിമയല്ലാതെ എങ്ങനെയാണ് ജെറി അമൽദേവ് സാറിൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇതുവരെ എങ്ങനെയായിരുന്നു? ഒരു പ്രശ്നമില്ല സാർ. ഞാൻ ചെറുപ്പം മുതൽ പള്ളിയിലാണ് പാട്ട് പാടി പഠിച്ചതും വളർന്നതും. ഞാൻ പള്ളിയിൽ കൂടെ ഇന്നും ആയിരക്കണക്കിന് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഈ സിനിമാ ജീവിതം വളരെ ഹ്രസ്വമാണ്. പക്ഷേ എൻ്റെ നീണ്ട സംഗീത ജീവിതം ചേർച്ചിനെ അനുബന്ധിച്ചും മറ്റു പല കാര്യങ്ങളും, ഉദാഹരണത്തിന് പല പല കോളേജസ് എന്നോട് പറയും ഞങ്ങൾക്കൊരു ആന്തം വേണം, കോളേജസിൻ്റെ ആന്തം. അങ്ങനെ ആന്തം ഉണ്ടാക്കുന്നു. പലരും അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നു, നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എനിക്ക് സംഗീതമായിട്ട് ഒരു സിനിമയിൽ കട്ട് ഓഫ് ആയതുകൊണ്ട് എൻ്റെ സംഗീതം കട്ട് ഓഫായി പോയി എന്ന് ഒരു ചിന്ത വേണ്ട. ഓക്കെ, സാറിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കാമോ എന്നറിയില്ല. സാറിനെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ദൈവവിശ്വാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു സ്വർഗത്തിലൊരു താടിമീശക്കാരൻ ദൈവം ഉണ്ടെന്നുള്ള ചിന്തയാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ശക്തി ഈ പ്രകൃതിയുടെ അകത്തിരിക്കുന്ന ശക്തിയല്ല, അത് പ്രകൃതിക്ക് വെളിയിലുള്ള ശക്തിയല്ല. അങ്ങനെ ഒരു ദൈവമാണ് എൻ്റെ കാഴ്ചപ്പാടുള്ളത്. ഈ പ്രശസ്ത സംഗീത സംവിധായകൻ എ റഹ്മാന് ഇവിടെ മലയാളത്തിൽ ഒത്തിരി സംഗീത സംവിധായകർ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ, സാറിന് കൂടെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എ റഹ്മാൻ 15 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ ഒരു പാട്ടിന് കീബോർഡ് വായിക്കാൻ, ഈ വാസ് എ ബോയ്, കീബോർഡ് വായിക്കുന്ന പയ്യനായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, അദ്ദേഹം വന്നു വായിച്ച് അതിന് കാശും കൊടുത്ത് വിട്ടു. അതുപോലെ 2-3 മൂവിയിൽ ഞാൻ വായിപ്പിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തു? അത് യങ് ബോയ്, കീബോർഡ് നന്നായിട്ട് വായിക്കും, വിളിച്ചു കൊടുത്തു. താങ്ക് യു സർ, താങ്ക് യു ഫോർ